അവിടെ എല്ലാം നിൽക്കുന്നത്, വിഷയം പറയാനുണ്ട്. യുവാക്കളുടെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഈ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്, ഈ രാജ്യത്തിന്റെ സമ്പത്താണ്, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷ യുവാക്കളാണ്. ഞാൻ പറഞ്ഞു, നട്ടെല്ലാണ്, ശരീരത്തിൽ നട്ടെല്ല് എന്താണോ എന്നതുപോലെയാണ് ഒരു സമൂഹത്തിൽ യുവാക്കൾ. അവര് നിലനിൽക്കണം, അവര് വിജയിക്കണം, അവര് രക്ഷപ്പെടണം, അവർക്ക് പ്രതാപമുണ്ടാവണം, അവർക്ക് നല്ല കുടുംബമുണ്ടാവണം, നല്ല കച്ചവടമുണ്ടാകണം, നല്ല സമ്പത്തുണ്ടാവണം, നല്ല ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാകണം. അവർ സൂറത്തുൽ കഹ്ഫ് നോക്കണം. സൂറത്തുൽ കഹ്ഫിൽ വളരെ പ്രധാനപ്പെട്ട 10ാമത്തെ ആയത്താണ് അവർ പരിശോധിക്കേണ്ടത്. ഇദ് അവൽ ഫിതിയതു ഇലൽ കഹ്ഫി ഇദ് അവൽ ഫിതിയതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി് ലനാ മിൻ അംരിനാ റശദാ. ഒരുപാട് പറയാനുണ്ട് ഈ ഒരു ആയത്തിനെ കുറിച്ച്. നമുക്ക് എന്താ പറയാൻ പറ്റുമെന്നും പറയാൻ പറ്റൂല. എൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ രക്ഷപ്പെടണമെങ്കിൽ, എവിടെ കാല് കുത്തിയാലും കുത്തിയ മണ്ണ് പൊന്നാക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും ചതിക്കപ്പെടരുത്, നിങ്ങൾ എവിടെയും വഞ്ചിക്കപ്പെടരുത്, നിങ്ങളിലേക്ക് നാശം വരരുത്. സർവനാശങ്ങളെ തൊട്ടും നിങ്ങളെ തൊട്ട് നാശങ്ങളെ തടയാൻ ഒരു പാറക്കെട്ട് അല്ലാഹു അദൃശ്യമായി നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും പൊതിഞ്ഞു വെക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കേണ്ടത് ഇത് അവൽ ഫിതിയത്തു, ഒരു കൂട്ടം യുവാക്കള് ഇലൽ കഹ്ഫി, ഗുഹയിലായിരുന്ന സന്ദർഭത്തെയാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. എന്റെ ചെറുപ്പക്കാര് ജീവിതത്തിന്റെ ഗുഹയിലാണ്, അവർക്കറിയുന്നില്ല എങ്ങോട്ടാ പോണ്ടത്. ചെറുപ്പക്കാര് ജീവിതത്തിന്റെ ഗുഹയിലാണ്, അവർക്കറിയില്ല എങ്ങോട്ട് പോകണം. അവരെ ആക്രമിക്കാൻ ഒരു രാജാവ് അവന്റെ പട്ടാളക്കാരെ അയച്ചിട്ടില്ലേ? ആ രാജാവിന് മുമ്പിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഇവരെ ആക്രമിച്ചു നശിപ്പിക്കാൻ ഒരു രാജാവിന്റെ പട്ടാളക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പട്ടാളക്കാരുടെ കണ്ണ് ഈ ചെറുപ്പക്കാരിൽ പതിയില്ല. മാത്രമല്ല, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അവരുടെ യൗവനത്തെ അള്ളാഹു നിലനിർത്തി, അവരുടെ ആഫിയത്തിനെ നിലനിർത്തി, അതിനൊരു ഹിക്മത്ത് ചെയ്തു. ആ പാറക്കെട്ടിനൊരു വിടവുണ്ടാക്കി, വിള്ളല്. എന്നിട്ട് രാവിലത്തെ സൂര്യന്റെ പ്രകാശവും വൈകുന്നേരത്തെ സൂര്യന്റെ പ്രകാശവും അവരുടെ ശരീരത്തിൽ അള്ളാഹു തട്ടിച്ചു. എന്തിന് പറഞ്ഞാൽ ഇനിയും വിഷയം നീളും. ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ രാവിലെ വെയിൽ കൊള്ളണം. 10 മണിക്കല്ല രാവിലത്തെ വെയിൽ വേണം. വൈകുന്നേരത്തെ വെയിലും മനുഷ്യന് വേണം ഒരല്പനേരം. ഇപ്പൊ പ്രസംഗിക്കും, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. അപ്പൊ അള്ളാഹു അത് അവരെ ചെരിച്ചും മറിച്ചും എന്തിനാ കിടത്തിയത്? അവരെന്തിനാണ് ചെരിച്ചും മറിച്ചും കിടത്തിയത്? സുബ്ഹാനല്ലാഹ്. അവർ ചോദിച്ചതെന്താണ്? എന്റെ യുവാക്കളെ, നിങ്ങൾ എന്താണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. എല്ലാം അടങ്ങി. മിൻ ലദുൻക റഹ്മ പറഞ്ഞാ തീരാത്ത വിഷയം. മിൻ ലദുൻക റഹ്മ വഹയ്യി് ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ഗൈഡിനെ തരണം, ഒരു വഴികാട്ടിയെ തരണം. മിക്ക യുവാക്കളും ജീവിതത്തിൽ തോറ്റുപോകുന്നത് വിത്തൗട്ട് ഗൈഡ്. ലൈഫ് ജീവിതം ആരുടെയും ഉപദേശമില്ലാതെയാണ്. നിങ്ങളുടെ ഗൈഡ് ആരാണ്? ഒരു ടൂർ പോയാൽ ഗൈഡ് വേണം. ഒരു യാത്ര പോയാൽ, ഇപ്പൊ ഹജ്ജിനൊക്കെ പോയാൽ മുർഷിദ്, ബസ്സിൽ കയറിട്ടില്ലേ, മുർഷിദ് ഉണ്ടാവും, വഴികാട്ടി. നിങ്ങളുടെ വഴികാട്ടി ആര്? നമ്മളെ വഴികാട്ടി ഗൂഗിൾ മാപ്പ്. ഒരു പരിധിവരെ അത് കൃത്യസ്ഥാനത്തിന് എത്തിച്ചേരും കേട്ടോ. ഈ അടുത്ത് ആലുവയിൽ പെരുമ്പാവൂരുള്ള ഒരു വീട്ടിൽ പോകണം. ഞാൻ വൈകുന്നേരത്തെ കൺസൾട്ടിങ് കഴിഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അള്ളാഹു ആ മനുഷ്യന്റെ രോഗം ഷിഫയാക്കി കൊടുക്കട്ടെ. ഈ സമുദായത്തിന് ഏറെ ഉപകാരം ചെയ്യുന്ന ഒരു മഹാപണ്ഡിതന്റെ പിതാവാണ്. അള്ളാഹു ആ പിതാവിന് നീ ഷിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ചികിത്സ നടത്തുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ എന്നെ വിളിച്ചു. എനിക്ക് പോകാൻ ആകെയുള്ള സമയം രാത്രിയാണ്. അങ്ങനെ മഗ്രിബോട് കൂടി പുറപ്പെട്ടു. അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടത് കരുതിയിട്ട് ഞാൻ നേരത്തെ ഗൂഗിൾ മാപ്പ് അയച്ചു തരാൻ പറഞ്ഞു. ആ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി എത്തിയെന്ന് സുബ്ഹാനല്ലാഹ്. ആ വീട്ടുകാർ അത്ഭുതപ്പെട്ടു, ഇത്ര കൃത്യമായിട്ട് എത്തിക്കേ, ഇങ്ങനെ ഒരു വഴി കാട്ടിയോ? അള്ളാഹു തന്റെ അടിമകൾക്ക് ചെയ്ത സൗകര്യങ്ങൾ എത്ര വലുതാണ്. അള്ളാഹു ആ പിതാവിന് നീ ഷിഫയാക്കി കൊടുക്കണേ അല്ലാ. ഈ ഉമ്മത്തിന്റെ അഭിമാനം കാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പണ്ഡിതന്റെ പിതാവാണ്. അവർക്ക് നീ ഷിഫ കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഷിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വലിയൊരു പണ്ഡിതന്റെ പിതാവാണ് അദ്ദേഹം. ഈ സമുദായത്തിന് അഭിമാനമാണ്. ഈ സമുദായത്തിന്റെ പ്രതാപം പല വേദികളിലും ഉയർത്തി കാണിച്ച മഹാപ്രതിഭയാണ്. പേര് പറയാത്തത് അസുഖവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, അസുഖം എന്ന് പറഞ്ഞാൽ മറച്ചു പിടിക്കേണ്ട കാര്യമാണല്ലോ, അത് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആരാണ് എന്താണെന്ന് പറയാത്തത്. രാത്രി 3 മണിക്ക് അവിടെ എത്തേണ്ടി വന്നു, വേറെ വഴിയില്ല. അല്ലാഹു ഷിഫ കൊടുക്കും, അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. അപ്പൊ യുവാക്കളുടെ ഫസിദിനാഹും ഹുദ, ആ സൂറത്തിൽ എന്തുണ്ട്? ഫസിദിനാഹും ഹുദ. നിങ്ങൾക്ക് ആവശ്യമുള്ള സർവ്വവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. സൂറത്തുൽ കഹ്ഫ് പരിശോധിച്ച് നോക്കാം. അപ്പൊ അത് കുറെ പഠിക്കാൻ നമുക്ക് ഇത്രയല്ലേ പറയാൻ പറ്റൂ. ഇല്ല, പിന്നെ ചെറുപ്പക്കാരെ മാത്രം എത്തിയിട്ട് പറയണം. യൗവനം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഹിക്മത്ത് കയ്യിലുണ്ട്. എങ്ങനെ? യുവത്വം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഹിക്മത്ത് സൂറത്തുൽ കഹ്ഫിലുണ്ട്. മസിൽ പവർ എപ്പോഴും നിലനിൽക്കാനുള്ള രഹസ്യം സൂറത്തുൽ കഹ്ഫിലുണ്ട്. അത് നമ്മൾ യുവാക്കളെ മാത്രം എത്തിയിട്ട് പറയാം. വയസ്സുള്ള ആൾ ഉണ്ടാവുമ്പോൾ ഓറമക്കളും പേരൊക്കെ തന്നെ കേൾക്കുന്നത്, ഇത് അന്നേ കേട്ടിട്ട് നമ്മളെയും ആ ചെറുപ്പം നിലനിൽക്കുമായിരുന്നു എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. സാരമില്ല, വയസ്സുള്ളവർ ഈ ഉമ്മത്തിന്റെ ഭാഗ്യമാണ്.
വയസ്സായവർ ഈ ഉമ്മത്തിന്റെ ഭാഗ്യമാണ്, ഈ ഉമ്മത്തിന്റെ അഭിമാനമാണ്, ഈ ഉമ്മത്തിന്റെ കാവലാണ്, ഈ നാടിന്റെ കാവലാണ് അവർ. പല മുസീബത്തും അള്ളാഹു നമ്മളിൽ തടഞ്ഞു നിർത്തത് ഈ നാട്ടിലെ വയസ്സായ ആളുകളെ കൂടി പരിഗണിച്ചിട്ടാണ്. അള്ളാഹുവെ അവരെ നീ ഏറ്റെടുക്കണേ അള്ളാഹ്. അപ്പൊ അതാണ് എനിക്ക് സൂറത്തുൻ നൂർ സ്ത്രീ ജീവിതത്തിന്റെ വിജയ രഹസ്യങ്ങൾ പറയുന്ന അധ്യായമാണ്. സ്ത്രീ ജീവിതത്തിന്റെ വിജയ രഹസ്യങ്ങൾ പറയുന്ന അധ്യായമാണ്. നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂൽ. അങ്ങനുണ്ട്, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണം. ഒരു സ്ത്രീ സൂറത്തുൻ നൂറിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും എല്ലാ ദിവസവും അനുഗ്രഹീത വനിതയാവണം എന്ന ആഗ്രഹത്തോടുകൂടി ബഹുമാനാദരവോടെ എല്ലാ ദിവസവും സൂറത്തുൻ നൂർ പാരായണം ചെയ്താൽ ജീവിതം പ്രകാശപൂരിതമാകും. ഈ പെണ്ണാണ് വീടിന്റെ വിളക്കാകുന്ന പെണ്ണ്. റസൂലുള്ള പറഞ്ഞില്ലേ വീട്ടിന്റെ വിളക്കാണ് പെണ്ണെന്ന്. സൂറത്തുൻ നൂറുള്ള പെണ്ണാണ്, അല്ലാത്ത മണ്ണെണ്ണ വിളക്കിന്റെ പെണ്ണല്ല. മനസ്സിലായില്ല? മണ്ണെണ്ണ വിളക്കിന്റെ പെണ്ണുണ്ട്, അതല്ല. സൂറത്തുൻ നൂർ, സൂറത്തുൻ നൂർ. ആ സ്ത്രീകൾക്ക് തിരിഞ്ഞില്ലേ? സൂറത്തുൻ നൂർ കൂടെയുള്ള പെണ്ണ്, പ്രകാശത്തിന്റെ അധ്യായം കൂടെയുള്ള പെണ്ണ് വീടിന്റെ വിളക്കാണ്. അല്ലാഹുവേ ഞങ്ങളെ സ്ത്രീകളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, കുറെ വിഷയങ്ങൾ അതിനുള്ളിലുണ്ട്, നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റൂല. ഞാൻ അതിന്റെ ഒരു വഴി പറഞ്ഞു തന്നു, ഓതിക്കൊള്ളിങ്ങൾ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, പെൺമക്കൾ നിന്റെ ഹബീബിന്റെ ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങൾ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന്, ഫസാദിൽ നിന്ന്, ചതിയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, നാശങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്ത്രീകൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. പിന്നെ മക്കളുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ലുഖ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല മാതാപിതാക്കളും മക്കളാവാൻ ദുആ ചെയ്തു, പിന്നെ അവരെ കൊണ്ടാണ് ടെൻഷൻ. വാഴ വെക്കുന്ന കഥ പറയല് അല്ലേ? വാഴ വെച്ചാൽ മതിയേനു, തെങ്ങ് വെച്ചാൽ മതിയേനു, എന്ത് കഥ പറയലില്ലേ? സൂറത്തുൽ ലുഖ്മാൻ ഓതിയാ മതിയായിരുന്നു. എന്റെ മറുപടി, മക്കള് ശരിപ്പെട്ട് കിട്ടുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഭാഗ്യമാണ്. അല്ലാഹുവേ ആ അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്രത്തോളം അനുസരണയുള്ള മകനായോ അതുപോലെ ഞങ്ങളെ മക്കളെ നീ ആക്കി തരണേ അല്ലാഹ്. ഏതൊരു മാതാവിന്റെയും പിതാവിന്റെയും ദുആ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആവണം. ആ ദുആയിൽ ഒരു ബർക്കത്തുണ്ട്. എന്താ ബർക്കത്ത്? 2 നബിമാരുടെ പേര് പറഞ്ഞു, 2 നബിമാരുടെ ഖസസ് ഓർമ്മിച്ചു, 2 നബിമാര് അള്ളാഹനെ അനുസരിച്ചതിനെ ഓർമ്മിച്ചു. ഈ ഓർമ്മകൾ കാരണം നിങ്ങളുടെ മക്കള് നന്നായി തീരും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സൂറത്തുൽ ലുഖ്മാൻ മക്കള് കേൾക്കെ ഓതുന്നതും മക്കൾ നന്നാവാനുള്ള ഹിക്മത്തുകളും മക്കളോട് മാതാപിതാക്കൾ സംസാരിക്കേണ്ട ശൈലിയും സൂറത്തുൽ ലുഖ്മാനിലാണുള്ളത്.